Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്ററിലെ നാലാമത്തെ എക്സാം ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ അതുപോലെ തന്നെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള വീഡിയോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നതാണ്. കുട്ടികൾ അടുപ്പിച്ചായിട്ടുള്ളൊരു എക്സാം ആയതുകൊണ്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. റിസർച്ച് മെത്തഡോളജി കഴിഞ്ഞ് ഗ്യാപ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് നടന്നൊരു എക്സാമാണ്. സോ എങ്ങനെയായിരിക്കും ടഫ് ആവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? പല കുട്ടികൾക്കും പ്രോപ്പറായിട്ട് വായിച്ച് അവസാനിപ്പിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അങ്ങനെ ആശങ്കകളൊന്നും വന്നില്ല എന്നുള്ളതാണ്. വളരെ നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു. നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളെ മെജോറിറ്റി വന്നിട്ടുണ്ട്. സോ കുട്ടികൾ ഹാപ്പിയാണ് എന്തായാലും. ഓക്കെ, സോ നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം M.Com-ന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. തേർഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ഓൺലൈനായിട്ടുള്ള കോച്ചിങ് എക്സാം ഓറിയന്റഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാം. ക്ലാസ് കേട്ട് ഡൗട്ട് ഉള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് തേർഡ് സെമസ്റ്റർ M.Com എക്സാമിനേഷൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങൾ തന്നെയാണ്. നമ്പർ 1 UTI-നെ പറ്റിയിട്ട് എഴുതാൻ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞാണ്. ദെൻ മണി മാർക്കറ്റ് എന്താണ് നോക്കാൻ പറഞ്ഞു. ബിറ്റ് കോയിൻ ഈസിയാണ്. ബൈബാക്ക് ഓഫ് ഷെയർസ് ഈസി ക്വസ്റ്റ്യൻ. ADR ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. ദെൻ വാരിയസ് പാർട്ടിസിപ്പൻസ് ഇൻ കമ്മോഡിറ്റി മാർക്കറ്റ്. ദെൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണ്, അതും കുഴപ്പമില്ലാത്തൊരു ചോദ്യം. സോ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി പാർട്ട് ബിയിലോട്ട് പോണ സമയത്ത് നമ്പർ 1 ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞൊരു ചോദ്യം, വാരിയസ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ദെൻ നമ്പർ 2 വാരിയസ് റിസ്ക് ഇൻവോൾവ് ഇൻ ദി ഡെറ്റ് മാർക്കറ്റ്. ദെൻ FPI-നെ പറ്റിയിട്ട് അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മോഡിറ്റി മാർക്കറ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തൊരു ചോദ്യം നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. ദെൻ നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നു. ദെൻ ബെനഫിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ഇൻഫ്ലോ ലാസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ചോദ്യം. ഇപ്പോൾ പാർട്ട് ബിയും വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയ തന്നെയായിരുന്നു. കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് എഴുതാൻ, ഒരു 4 എണ്ണം കിട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി പാർട്ട് സിയിലോട്ട് വരുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്പർ 1 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ FDI എന്താണ്, അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, പിന്നെ പ്രൈമറി മാർക്കറ്റ് സെക്കൻഡറി മാർക്കറ്റ് ഞാൻ എന്തായാലും അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അത് വന്നിട്ടുണ്ട്. ഡെറിവേറ്റീവ്സിൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ വല്ലാണ്ട് പ്രശ്നങ്ങളിലോട്ട് പോയില്ലേ പേപ്പർ. കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേപ്പർ തന്നെയാണ് വന്നത്. സോ ഇനി നമുക്കൊരു പേപ്പറും കൂടിയാണ് ഉള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ്. സോ ആ ഒരു സബ്ജക്റ്റിൻ്റെയും എല്ലാ സപ്പോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.